ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഷെയർ ചെയ്യുന്നത് ഒരു കുട്ടി മേക്കപ്പ് ലുക്കാണ് കേട്ടോ. സ്കിൻ കെയറോ ഹെയർ കെയറോ ഒന്നുമല്ല. ഒരുപാട് നാളെ നമ്മുടെ ചാനലിൽ ഒരു മേക്കപ്പ് ലുക്ക് ഇട്ടിട്ട് അപ്പോൾ നമ്മൾ ഫേസൊക്കെ വാഷ് ചെയ്ത് ഒരു ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഗാർണിയറിൻ്റെ ഒരു ഫേസ് സിറം പ്ലസ് മോയ്സ്ചറൈസർ അങ്ങനത്തെ ഒരു ക്രീം ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം നല്ലതാണ് കേട്ടോ. നല്ലൊരു വൈറ്റനിങ് പ്രോപ്പർട്ടിയും കൂടെ ഉണ്ട്. നല്ലൊരു ബ്രൈറ്റനിങ് എഫക്റ്റ് തരുന്നുണ്ട്. അതിനുശേഷം വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഒരു ബ്രോക്കിറ്റ് വെച്ചിട്ട് ഐബ്രോസ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു. ആ ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം കേട്ടോ. പിന്നെ ഞാൻ നോക്കുമ്പോൾ കണ്ണിൻ്റെ സൈഡിൽ ചെറുതായിട്ടൊരു ഡാർക്ക്നെസ് ഒക്കെ ഉണ്ട്. കളർ ചേഞ്ച് പോലെ തോന്നുന്നു. അപ്പോൾ ഞാൻ ഒരു സ്വിസ് ബ്യൂട്ടിയുടെ ഒരു കൺസീലർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, അവിടെ മാത്രം. അതുപോലെ തന്നെ മൂക്കിൻ്റെ അവിടെ ഒരു കറുത്ത പാടുണ്ടായിരുന്നു, അവിടെ ഒന്ന് ഡോട്ടാക്കി വെച്ച് കൊടുത്തിട്ട് അവിടെ തന്നെ വെച്ചിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഡാബ് ചെയ്ത് അവിടെ തന്നെ ഒന്ന് പ്രസ്സാക്കി വെക്കുകയാണ് കേട്ടോ. ഒരു ഫുള്ള്, അതായത് ഫേസ് ഫുള്ളായിട്ടൊന്നും അപ്ലൈ ചെയ്യുന്നില്ല. അതിനുശേഷം ജസ്റ്റ് കണ്ണിൻ്റെ ആ മേൽഭാഗത്ത് ഒരു ചെറിയൊരു കളറ് വെച്ചിട്ടൊന്ന് ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് നമുക്കൊരു ഐ ഷാഡോ ലുക്കല്ല എങ്കിലും ജസ്റ്റ് ഒരു കളർ ചേഞ്ചിന് വേണ്ടിയിട്ട് ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു കളർ തന്നെ വെച്ച് കണ്ണിൻ്റെ അടിഭാഗത്തും കൂടി ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു ഫിനിഷിങ് ലുക്ക് കിട്ടും. അതിനുശേഷം നമ്മൾ ആ കൺസീലറൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ, അതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നോർമലായിട്ടുള്ളൊരു പൗഡർ വെച്ചിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. പിന്നെ ബാക്കിയുള്ളത് ഫുള്ളായിട്ട് ബ്രഷ് വെച്ചിട്ടൊന്ന് എല്ലാ ഭാഗത്തും ഒക്കെ ഇട്ടൊന്ന് തട്ടി കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ കണ്ണെഴുതി കൊടുക്കുന്നുണ്ട്. ഇഷ്ടമുള്ളൊരു കാജൽ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ഞാൻ ലോക്കലായിട്ടുള്ളൊരു കാജൽ വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഒരു ലിപ്പ് ലൈനർ വെച്ചിട്ട് ലിപ്പ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് ഇന്നൊരു കുറച്ച് വലുതായിട്ട് തോന്നാൻ വേണ്ടിയിട്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ അടിപൊളിയായിട്ടുള്ളൊരു ഷെയ്ഡ്, ഇത് വന്നിട്ട് കോഫി കമാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. നല്ലൊരു ന്യൂഡ് അല്ലെങ്കിൽ ഒരു ബ്രിക്സിൻ്റെ ഒക്കെ ഒരു ഷെയ്ഡ് വരുന്നതാണ്. നമ്മുടെ ഫേസിന് നന്നായിട്ടൊരു ബ്രൈറ്റനിങ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അത്രയേ ഉള്ളൂ, മേക്കപ്പ് ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം വളയും മാലയും കമ്മലൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ചുമ്മാ ഒരു കല്ല് വെച്ചിട്ടുള്ള ഒരു പേളിൻ്റെ ടൈപ്പുള്ളൊരു വളയാണ് ഇട്ട് കൊടുക്കുന്നത്. ഓരോന്ന് വെച്ചിട്ട് 2 കയ്യിൽ ഓരോന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ചിട്ടുള്ള കമ്മലും മാലയാണ് കേട്ടോ. നല്ല അടിപൊളിയാണ്. ഇതും പേളിൻ്റെ ടൈപ്പാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വൈറ്റ് കളറിലിരിക്കുന്ന ഒരു മാല, അത് നമുക്ക് ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ചിത് കയറ്റിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മാല ഇട്ട് കൊടുത്തു, കമ്മലിട്ട് കൊടുത്തു. അപ്പോൾ അത്രയുള്ളൂ. ഇനി മുടി കെട്ടിയാൽ മാത്രം മതി. ഞാനിന്നൊരു ധാവണിയാണ് കേട്ടോ ഉടുക്കുന്നത്. മുടിയാണെങ്കിൽ അങ്ങനെ ഹെയർ സ്റ്റൈലൊന്നുമില്ല, ജസ്റ്റ് കുറച്ച് ഭാഗത്ത് ഫ്രണ്ടിലത്തെ പോർഷൻ എടുത്തിട്ട് നല്ല രീതിയിലൊന്ന് പിരിച്ച് ബാക്കിലോട്ട് വെച്ചിട്ട് സെക്യൂറാക്കി കൊടുക്കുന്നു. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒരു പൊങ്കൽ ലുക്ക് അങ്ങനെയൊക്കെ വേണമെങ്കിൽ കരുതാം. അത്രയേ ഉള്ളൂ, ഒരു നാടൻ ആയിട്ടുള്ളൊരു ലുക്ക് കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ. நனைந்து வாட என் நாணத்தில் ஒன்றத்தம் நாடிக்குள் ஒன் சத்தம் உயிரே தோடு ஒரு சில